വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ആഴ്ചയുടെ ആദ്യത്തെ ദിനമായിരുന്നു. ഇന്ന് മാസത്തിന്റെ ആദ്യത്തെ ദിനമാണ്. ഒക്ടോബർ മന്ത് ഇസ് ഹിയർ. ദ മന്ത് ഓഫ് ഒക്ടോബർ ഇസ് ഹിയർ. സോ അതിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ വലിയ പ്രതീക്ഷയോടെ കർത്താവ് ഈ മാസം ചില അതിശക്തമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ ചിലവർ വിശ്വസിക്കുക ഈ മാസം തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ മാറാൻ പോവുകയാണ്. ഈ മാസം തന്നെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ റിപ്പോർട്ട്, ഡോക്ടർ നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞെങ്കിൽ അതിനെ മറികടന്ന് അതിനെ മാറ്റി കർത്താവ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് തരാൻ പോവുകയാണെന്ന് ചേർന്ന് വിശ്വസിക്കുക. ഈ മാസം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. ഈ മാസം എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ പ്രഖ്യാപിക്കുക. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം. ഈ മാസം ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ ഇന്ന കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ അത് നടക്കുന്നതിന് മുമ്പ് തന്നെ അത് നടന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സമയത്ത് ലൈവ് ചാറ്റിലിടുക, അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദമുയർത്തി പറയുക. ഐമാൻ, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിലാണെങ്കിൽ ഈ മാസം ഇസ് ഗോയിങ് ടു ബി എ വെരി സ്പെഷ്യൽ മന്ത് ഓഫ് ഒക്ടോബറിൽ യൂത്ത് അൺലിമിറ്റഡിന്റെ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. ഒക്ടോബർ 11 to 13 യൂത്ത്സിന്റെ ലൈഫിൽ, ടീൻസിന്റെ ലൈഫിൽ വലിയ ലൈഫ് ചേഞ്ചിങ് സീസൺ ആയിരിക്കും മന്ത് ഓഫ് ഒക്ടോബർ. സോ അതിലേക്ക് എല്ലാവരെയും ഞാൻ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്ത് കോൺഫറൻസ് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നു. കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. 13 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളും നിങ്ങൾ അതിൽ വരിക. നിങ്ങൾ പാരൻസ് ആണെങ്കിൽ നിങ്ങളുടെ മക്കളെ അതിനു വേണ്ടി അയക്കുക. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു യൂത്ത് ക്യാമ്പ്, യൂത്ത് റിവൈവൽ നടക്കാൻ പോവുകയാണ്. ഹേമാൻ, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. നമുക്ക് 2 കോ സ്പോൺസേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് KV ഉദുപ്പ് ഫ്രം കോതമംഗലം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുമിച്ച് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സഹോദരനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവവേല ചെയ്യുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നല്ല ആഗ്രഹത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിൽ പൂർണ്ണ വിടുതൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവേലയിൽ ചേർന്നതിനാൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അപ്പോൾ തന്നെ നമുക്കൊരു സിസ്റ്റർ ഉണ്ട്, വെൽവിഷറാണ്, ചെങ്ങന്നൂരിൽ നിന്ന്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരന് ജോലിയിൽ നിന്ന് ലഭിക്കുവാനുള്ള ശമ്പളം, ആ പണം മുഴുവനുമായി തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നീതി നടപ്പിലാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ ബീങ് എ പാർട്ട്ണർ ഫോർ ദ മീഡിയ മിനിസ്ട്രി. നിങ്ങൾക്കും ഇതുപോലെ മീഡിയ മിനിസ്ട്രിയുടെ ഒരു പാർട്ട്ണർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നത്തെ മെസ്സേജ് ഇസ്, ഡു യു വാണ്ട് ടു ബി ഗോഡ്സ് ഫ്രണ്ട്? നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സ്നേഹിതൻ ആകുവാൻ ആഗ്രഹമുണ്ടോ? ദാറ്റ് ഇസ് ടുഡേസ് മെസ്സേജ്. ഓവർ ടു ബ്രദർ ഡാമിയൻ. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഐ എം സോ ഹാപ്പി ടു കം ബാക്ക് ടു യു. എവ്രി ഡേ ഹി വിൽ സ്പീക്ക് ടു അസ്. ദൈവം വാ തുറന്ന് സംസാരിക്കുമ്പോൾ സകല സൃഷ്ടികളും ചൈതന്യം പ്രാപിക്കുന്നു. എസ്പെഷ്യലി ദിസ് ഇസ് അവർ ഡെയിലി ബ്രെഡ്. ഇല്ലേ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളർന്നു പോവില്ലേ? നമ്മുടെ ആത്മീയ ആഹാരമായിട്ടാണ് കർത്താവ് ഈ നറിഷ്മെൻ്റ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ പിതാവിൻ്റെ നമ്മോടുള്ള കാഴ്ചപ്പാട്, നമ്മോടുള്ള സ്നേഹം, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, അഭിലാഷം, അഭിവാഞ്ച, ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ അങ്ങ് സംസാരിക്കുമായിരുന്നു. എത്രത്തോളം നമ്മുടെ പിതാവ് സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, ഓ ടേസ്റ്റ് ആൻഡ് സീ that the Lord is good. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഓ ടേസ്റ്റ് ആൻഡ് സീ that the Lord is good, for he tastes like honey in the rock. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് പാറക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന
തേൻ പോലെയും തേൻ കട്ട പോലെയുമാണ്. സോ സ്വീറ്റ്. തിയോളജിയൊക്കെ ഉണ്ടാക്കുന്നവരും ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും കമൻ്റ് അടിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതിലുള്ളവരാരും ദൈവത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓ ടേസ്റ്റ് ആൻഡ് സീ that the Lord is good, for he tastes like honey in the rock. രുചിച്ചവരാണ് ടെസ്റ്റിമണി പറയുന്നത്, അല്ലേ? ദൈവത്തെ ടേസ്റ്റ് ചെയ്തവർ, നുണഞ്ഞവർ, അനുഭവിച്ചവർ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ, അവർക്കാണ് സാക്ഷ്യം പറയാനുള്ളത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ എനിക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ 1-ാം വചനം, 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ്, ആരംഭം മുതലുള്ളത്, വിച്ച് വി ഹാവ് ഹേർഡ്, നമ്മൾ കേട്ടതും. എല്ലാവരും എന്ന് പറഞ്ഞേ കേട്ടതും എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ കേട്ടു. വിച്ച് വി ഹാവ് സീൻ വിത്ത് our eyes, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും. which we have looked at and our hands have touched, ഞങ്ങൾ നോക്കി കണ്ടതും കൂടാതെ ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതും. this we proclaim concerning the word of life. ഈ ജീവന്റെ വചനത്തെക്കുറിച്ച് ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. വാവ് വാവ് വാവ്. ദൃക്സാക്ഷി വിവരണം, അനുഭവസ്ഥർ, ഐ വിറ്റ്നസ്, പങ്കുവയ്ക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു. ഇപ്പോൾ കുറഞ്ഞത് 3 കാര്യങ്ങൾ അവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ 5 ഉള്ളതിൽ 3 അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? 1 ഞങ്ങൾ കേട്ടു, 2 ഞങ്ങൾ കണ്ടു, സീ ഹിയർ, അടുത്തത് ടച്ച് ചെയ്തു. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ, അനുഭവിച്ചത് ജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. 2-ാം വചനത്തിൽ ദ ലൈഫ് അപ്പിയർഡ്, ജീവൻ പ്രത്യക്ഷമായി. പറഞ്ഞേ, ഞാൻ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു എംപ്റ്റി വേർഡായി ഇതിനെ കണ്ടാൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഇതിനകത്ത് നിന്നും റിലീസാകുന്ന ദൈവവചനത്തിലെ വെളിച്ചം, ദൈവവചനത്തിലെ ജീവൻ, ദൈവവചനത്തിനകത്തുള്ള വിശുദ്ധി, ദൈവവചനത്തിനകത്തുള്ള സാന്നിധ്യം, ദൈവവചനത്തിനകത്തുള്ള സന്തോഷം. ഈ സാധാരണ ആളുകൾ പറയില്ലേ, ഓടിച്ച് ഇത് കിക്ക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇൻടോക്സിക്കേറ്റിംഗ് എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഉണ്ട്. ഇവിടെ പറയുന്നത് ദ ലൈഫ് അപ്പിയർഡ് എന്ന് വെച്ചാൽ ജീവൻ പ്രത്യക്ഷനായി. വി ഹാവ് സീൻ ഇറ്റ് ആൻഡ് ടെസ്റ്റിഫൈഡ് ടു ഇറ്റ്. കണ്ടോ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അതിന് സാക്ഷ്യം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവസ്ഥർക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റൂ. എഴുതി വെക്ക്, അനുഭവിച്ചവർക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റൂ. ബ്ലെസ്സിംഗ് ടുഡേയിലെ മീറ്റിങ്ങുകളിൽ എത്രയോ 100 കണക്ക്, ഒരിടത്ത് പറഞ്ഞ് എണ്ണിക്കൂടാനാവാത്ത വണ്ണം നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ. ഈ സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാവരുടെയും പ്രത്യേകത, അവരോട് ഇത് ചോദിക്കുകയാണ്, ഇത് ഈ ബ്ലെസ്സിംഗ് ടുഡേക്കാരോ വല്ല കാശ് തന്നിട്ടാണോ നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്? ഇങ്ങനെ ഈ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പലപ്പോഴും സാക്ഷ്യം പറയാൻ വരുന്നവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വല്ല കാശ് കിട്ടിയിട്ടാണോ നിങ്ങളിത് ഈ വിളിച്ച് പറയുന്നത്? എന്തെങ്കിലും കാണാമറയത്ത് ആരെങ്കിലും പ്രൈവറ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് വല്ല കാശ് തന്നോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടോ? സത്യമാണോ പറയുന്നത്? ബ്ലെസ്സിംഗ് ടുഡേക്ക് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി പറയുന്നൊരു കഥയാണോ, നുണക്കഥയാണോ ഇത്? അയ്യോ ബ്രദറെ, ഞങ്ങൾക്ക് ആരും കാശ് തന്നിട്ട് ഇത് ഞങ്ങളുടെ അനുഭവമാണ് എന്ന് പലരും കരയാൻ പോകുന്നത് പോലെ അവർ പറയുന്നത്. ഞാനത് പറയുന്നത് പോലെ അവർക്ക് വിഷമമാണ്. അതാണ് അനുഭവിക്കുന്നവരുടെ, ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം, നാളുകളിൽ 1000 നാളോടെ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ യോഹന്നാൻ എന്ന ഒരു അപ്പസ്തോലൻ സാക്ഷ്യം പറഞ്ഞു. ഇന്നും ആ സാക്ഷ്യം കിടക്കുകയാണ്, അല്ലേ? ഇന്നും ആ സാക്ഷ്യം വചനത്തിനകത്ത് കിടക്കുക.
ഇതുപോലെ തലമുറകളോട് സാക്ഷ്യം പറയുവാൻ ദൈവം ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവാ. വേണോ? കൈനീട്ടി മടിയേ. ആ ലൈവ് ചാനൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഐ വാണ്ട് എക്സ്പീരിയൻസസ് ഫ്രം യു ലോർഡ്. കർത്താവ്, എനിക്ക് നിന്നിൽ നിന്ന് അനുഭവങ്ങൾ വേണം. രോഗസൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നന്മകൾ കിട്ടിയതിൻ്റെയും വിസ റെഡിയായതിൻ്റെയും അല്ലെങ്കിൽ വീട് കിട്ടിയതിൻ്റെയും കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെയും റാങ്ക് കിട്ടിയതിൻ്റെയൊന്നും സാക്ഷ്യം മാത്രമല്ല. അത് കിടന്നോട്ടെ. അതിനപ്പുറത്ത് ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ തൊട്ടു, ഞാൻ അവനെ കണ്ടു, അവൻ എന്നെ കണ്ടു, ഞാൻ അവൻ്റെ നന്മകൾ രുചിച്ചറിഞ്ഞു, ഞാൻ അവൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിൽ ദൈവത്താൽ ഉണ്ടാകുന്ന എൻകൗണ്ടറുകളും ദൈവത്താൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ പറയാൻ കഴിഞ്ഞാൽ അതെത്ര അമേസിങ് ആണ് അല്ലേ? ഓക്കെ. The life appeared, we have seen it and testified to it. We proclaim to you the eternal life. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. പലർക്കും ജീവനെക്കുറിച്ച് പറയാൻ കാണും. ഡോക്ടേഴ്സ് ജീവനെക്കുറിച്ച് സംസാരിക്കും, പലരും ജീവനെക്കുറിച്ച് സംസാരിക്കും. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റേണൽ ലൈഫ്. ഒന്ന് ചിന്തിച്ചേ, എന്നിട്ട് മുമ്പോട്ട് പോവാം. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിത്യജീവനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിത്യജീവിതത്തെക്കുറിച്ചാണ്. ശവക്കുഴി വരെ പോകുന്ന അല്ലെങ്കിൽ ചിതാഭസ്മത്തോടെ അവസാനിക്കുന്ന ഒരു ജീവനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ അല്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിത്യജീവനെക്കുറിച്ച്, വിച്ച് വാസ് വിത്ത് ദ ഫാദർ ആൻഡ് ഹാസ് അപ്പിയർഡ് ടു അസ്. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, പിതാവിനോട് കൂടെയായിരുന്നു. ആൻഡ് ഹാസ് അപ്പിയർഡ് ടു അസ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. പിതാവിനോട് കൂടി ഇരുന്ന ജീവന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞു വരുന്നത്. അധ്യായത്തിന്റെ തുടക്കം. ഈ ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ല വായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്നതല്ല പേന കൊണ്ട് എഴുതി പുറത്തു വരുന്നത്. യോഹന്നാൻ അപ്പസ്തോലൻ്റെ, സ്നാപകനല്ല, അപ്പസ്തോലൻ്റെ ഹൃദയം മുഴുവൻ ശുഭവചനത്താൽ കവിഞ്ഞ് നിറഞ്ഞ്, പിന്നെ അവനിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ശുഭവചനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവൻ, സ്നേഹം, വെളിച്ചം, പിന്നെ ടെസ്റ്റിമോണി. ഇങ്ങനെയുള്ള കുറേ എപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് തൻ്റെ യോഹന്നാൻസ് അപ്പസ്തോലിന് കിട്ടിയ ഭാഗ്യം, യേശുവിൻ്റെ മാറിൽ ചാരിക്കിടക്കാനൊരു ഭാഗ്യം കിട്ടി. ഓക്കെ. 2, യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് കർത്താവിൻ്റെ ഹൃദയസ്പന്ദനമൊക്കെ അറിയാൻ ഇടയായ ഈ യോഹന്നാൻ ഒരു സുവിശേഷവും 3 ലേഖനങ്ങളും 66 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞതോടുകൂടെ വചനം തീർന്നു. വചനത്തിൻ്റെ പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത് യോഹന്നാൻ സ്നാപകനാണ്. അദ്ദേഹം പറയുകയാണ്, പിതാവിനോട് കൂടി ആയിരുന്ന ജീവന്റെ വചനം, നിത്യജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ഞങ്ങൾ കണ്ടു, തൊട്ടു, ഞങ്ങൾ അവൻ സംസാരിക്കുന്നത് കേട്ടു. അടുത്തത് കേട്ടോ, 3. We proclaim to you what we have seen and heard. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്? ഞങ്ങൾ കണ്ടതും കേട്ടതുമാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും. അതിൻ്റെ അർത്ഥം, കാത് കൊണ്ട് ഞങ്ങൾ വ്യക്തമായി കേട്ടു, ഈ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു. So that you may also have fellowship with us. എന്തിനെന്നറിയോ? ഞങ്ങളോട് നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകാൻ. എന്താണ് ഈ കൂട്ടായ്മയുടെ അർത്ഥം? ഈ കൂട്ടായ്മ, ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂട്ടായ്മ കൂടിയാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാവും. വളരെ ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടി പറയാം. ഞങ്ങൾ യേശുവിനെ തൊട്ടു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ യേശുവിനെ കേട്ടു. നിങ്ങൾ ഞങ്ങളോട് കൂടെ കൂട്ടായ്മ ആചരിച്ചാൽ, അസോസിയേറ്റ് ചെയ്താൽ, ഫെലോഷിപ്പ് ഉണ്ടായാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാവും. നല്ലതല്ലേ? ദൈവത്തെ അറിഞ്ഞവരോടൊപ്പം കൂട്ടുകൂടിയാൽ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്ത് കിട്ടും. അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ആൻഡ് ആ ഫെലോഷിപ്പ് ഈസ് വിത്ത് ദ ഫാദർ ആൻഡ് വിത്ത് ദ സൺ
ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാണെന്നറിയാമോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്? നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്നത് ആരോടൊക്കെയാണ്? ഇപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ടല്ലോ. എല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടിയിരിക്കുന്നത്? എല്ലാവർക്കും ഒരുപോലെ 24 മണിക്കൂറുണ്ട്. ഈ ഓരോ മണിക്കൂറിലും അതിലുള്ള മിനിറ്റുകളിൽ, നിമിഷങ്ങളിൽ നമ്മൾ ആരോടൊക്കെ കൂടെ കൂട്ടുകൂടുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ദാറ്റ് ഈസ് അവർ ഫ്യൂച്ചർ. മനസ്സിലായോ? ചില വീടുകളിലൊക്കെ ഭർത്താക്കന്മാർ വൈകിട്ട് ഒരു 7:30-8 മണിക്ക് കയറി വരുമ്പോൾ ഭാര്യമാർ പറയും, ഇന്ന് ആരോട് കൂട്ടുകൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ചോദിക്കും. കാരണം അവർ പ്രവചിക്കും, ഇന്ന ആളെ കൂടെ പോയിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. കാരണം സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സംസാരമൊക്കെ ഇന്ന ആളുടെ പോലെയാണ്. ആരും അറിയാതെ അദൃശ്യമായ അവരുടെ ചില വൊക്കാബുലറി, അവർ സംസാരിക്കുന്ന രീതികൾ, അവരുടെ ഭാവങ്ങളൊക്കെ കയറി പിടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം, മേലിൽ അയാളുമായിട്ട് കൂട്ടുകൂടരുത്. വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ മനസ്സിലായി, എനിക്ക് നിങ്ങൾ ഇന്ന ആളോട് കൂട്ടായ്മ കൂടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകൂടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോടു കൂടി കൂട്ടുകൂടുമ്പോൾ, ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, കർത്താവിൻ്റെ മടിയിൽ കയറി ഇരിക്കുമ്പോൾ, അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യോഹന്നാൻ പറയുവാണ്, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ തൊട്ടു. ജീവന്റെ വചനത്തെ തൊട്ടു. പിതാവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുന്നിരുന്ന പുത്രനെ ഞങ്ങൾ കണ്ടു, കേട്ടു, നോക്കി, തൊട്ടു. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോടത് സാക്ഷ്യം പറയുമോ? ഞങ്ങളോടൊപ്പം കൂട്ടായ്മ കൂടുക. നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ November 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. ഞങ്ങളുടെ കൂട്ടായ്മ ഏതായാലും പിതാവിനോടും പുത്രനോടുമാണ്. ഞങ്ങളോടൊപ്പം കൂട്ടായ്മ കൂടിയാൽ നിങ്ങളും ഈ കൂട്ടുകെട്ടിൽ, ഏത് കൂട്ട്, ഈ ഡിവൈൻ ഫെലോഷിപ്പ്, ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ്, ഇതിനകത്ത് നിങ്ങളും പെടും. നിങ്ങളും പെടുന്നേ. 4ാമത്തെ വചനത്തിൽ പറയുക, വി റൈറ്റ് ദിസ് ടു മേക്ക് അവർ ജോയ് കംപ്ലീറ്റ്. ഞങ്ങളിത് എഴുതുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ സന്തോഷം ഒന്ന് പൂർണ്ണമാകാൻ. അതിൻ്റെ അർത്ഥം നിങ്ങളും കൂടെ ഈ ദൈവത്തിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. കുശുമ്പില്ലാത്ത ഹൃദയം, സ്വാർത്ഥതയില്ലാത്ത ഹൃദയം. എനിക്ക് ഭയങ്കര വെളിപ്പാടുണ്ടായി. എന്നോട് ദൈവം സംസാരിച്ചു, എനിക്ക് ദൈവം വെളിപ്പാടുകൾ തന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റി, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി, ഞങ്ങൾക്ക് തൊടാൻ പറ്റി, ഞങ്ങൾക്ക് നോക്കാൻ പറ്റി, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായത് ഞങ്ങളുടെ മൊണപ്പൊളിയാണ്, കുത്തകാവകാശമാണ്, ഇനി വേറെ ആർക്കും ഇതുണ്ടാകരുത് എന്നല്ല സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ പറയുന്നത്.
ഞങ്ങൾ നിങ്ങളോട് ഇത് എഴുതാൻ കാരണം ഞങ്ങളുടെ സന്തോഷം ഒന്ന് പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. 14-ാമത്തെ വചനം നോക്കി. യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് ഐ കമാൻഡ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് പല വശങ്ങളും മുഖങ്ങളുമുണ്ട്. എൻ്റെ ഫുൾ ലിസ്റ്റ് ഒരു ദിവസം ഞാൻ പറയുമെങ്കിലും ചിലത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. സൃഷ്ടാവ് സൃഷ്ടി ഒരു ബന്ധമാണ്. സൃഷ്ടാവ് സൃഷ്ടി, അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നാം അവൻ്റെ സൃഷ്ടിയാണ്. അടുത്തൊരെണ്ണം ഞാൻ പറയുവാണ്, പിതാവ് പുത്രൻ അല്ലെങ്കിൽ മക്കൾ, പിതാവ് മക്കൾ. അടുത്തൊരെണ്ണം ഇടയൻ ആട്. അടുത്ത ഒരു റിലേഷൻഷിപ്പാണ്. ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, ആൻഡ് ദിസ് ഇസ് വെരി വെരി ഷോക്കിംഗ്. എന്താണത്? നിങ്ങളെൻ്റെ കൂട്ടുകാരാണ്. യേശു പറയാ, നിങ്ങളെൻ്റെ കൂട്ടുകാരാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി, ഇപ്പം നിങ്ങൾ പറയാം എന്നോട് വന്നിട്ട്, ശ്രീ നരേന്ദ്രമോദി എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ കളിയാക്കും, ഓ ഇങ്ങനെ ഒരു പൊങ്ങച്ചക്കാരൻ, ഇങ്ങനെ ഒരു വീമ്പ് പറയുന്ന മനുഷ്യൻ, ബൂസ്റ്റിംഗ്, ബ്രാഗിങ്, ഇറ്റ്സ് ലൈ. ശരിയല്ലേ? ഇല്ലല്ല, അമിത്ഷായും ഞങ്ങളും ഫ്രണ്ട്സ് അല്ല, ഇത് രാവിലെ കൂടെ വിളിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞാൽ, ഓ ഇതൊക്കെ വട്ട് കേസാണ് എന്ന് പറയും. പക്ഷേ എല്ലാം ഉണ്ടാക്കിയ ദൈവം എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇവിടെ എഴുതിയിരിക്കുന്നത്, യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു മൈ കമാൻഡ്സ്. എൻ്റെ കൽപ്പനകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, അല്ലെങ്കിൽ യു ആർ മൈ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ ചങ്ങാതിമാരാണ്, നിങ്ങളെൻ്റെ കൂട്ടുകാരാണെന്നേ. വാ, അതിൻ്റെ അർത്ഥം എഴുതി വെച്ചോ. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് സ്റ്റാർട്ട്സ് വിത്ത് ഒബേയിങ് ഹിം. ദൈവവുമായുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ എന്താ പറയുക, കൂട്ട്, ഫ്രണ്ട്ഷിപ്പ്, ചങ്ങാത്തം, സഖിത്വം തുടങ്ങുന്നത് അനുസരണത്തിലാണ്. ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റേറ്റസിലേക്ക് വളരുകയാണ്. കേട്ടില്ല അല്ലേ? ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മൾ വളരുമ്പോൾ ദൈവത്തോടുള്ള ചങ്ങാത്തത്തിൽ, സ്നേഹബന്ധത്തിൽ നാം വളരുകയാണ്. അബ്രഹാം, എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം 22:12, ഡു നോട്ട് ലേ എ ഹാൻഡ് ഓൺ ദ ബോയ്, ഹി സെഡ്. ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. ഡു നോട്ട് ഡു എനിത്തിങ് ടു ഹിം, അവനോടൊന്നും ചെയ്യണ്ട. Now I know that you fear God because you have not withheld from me your son, your only son. നിന്റെ ഏകജാതനായ പുത്രനെ, ഏകപുത്രനെ തരാൻ മടിക്കായിക കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അടുത്തൊരു വിഷയം, അടുത്തൊരു കാര്യം വളരെ അമേസിംഗ് ആണ്. എങ്ങനെയാണ് കർത്താവിൻ്റെ കൂട്ടുകാരാണ് നമ്മൾ, സ്നേഹിതന്മാരാണ് നമ്മളെന്ന് അറിയുന്നത്? ഗോഡ് വിൽ റിവീൽ ഹിസ് സീക്രറ്റ്സ്. കൂട്ടുകാരോടാണ് നമ്മൾ സ്വകാര്യം പറയുന്നത്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത്. എല്ലാവരോടും പറയില്ല. അടുത്ത വചനം ഒന്ന് നോക്കിയേ, 15. I no longer call you servants because a servant does not know his master's business. ഒരു യജമാനൻ്റെ കാര്യപരിപാടികൾ എന്താണ്, ബിസിനസ് എന്താണെന്നുള്ളത് ഒരിക്കലും അവൻ്റെ സെർവൻസ് അറിയില്ല. വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് കുടുംബ രഹസ്യങ്ങൾ ആരെങ്കിലും പറയുമോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? വീട്ടുകാരനൊരു ഭയങ്കര ബിസിനസ്, മൾട്ടി നാഷണൽ ഇതായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖലയുണ്ട്. ആ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിലെ ഒരു സ്വീപ്പറോട്, വീട്ടിലെ ജോലിക്കാരോട് പറയൂ. എന്നാൽ
ആ ബിസിനസ്സുകാരന് ചില ബിസിനസ്സിൽ തന്നെ ചില ഫ്രണ്ട്സ് ഉണ്ടെന്നിരിക്കട്ടെ. അവര് ഒരു കാപ്പിക്കടയിലോ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ കൂടി ബിസിനസ് ടോക്സ് ഒക്കെ നടക്കും. ആ ലെവല് വേറെയാ. ഹലോ ഹലോ ഹലോ, ആ ലെവല് വേറെയാന്ന് പറഞ്ഞേ, ടൈപ്പ് ചെയ്തിട്ടേ ആ ലെവല് വേറെയാണെന്ന് പറ. ആ ഒരു ലെവലാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഐ നോ ലോnger കോൾ യു സെർവൻസ്. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ജോലിക്കാരെന്നോ എൻ്റെ ദാസന്മാരെന്നോ എൻ്റെ സേവകന്മാരെന്നോ ഒന്നും പറയുന്നില്ല. ബിക്കോസ് എ സെർവൻറ്റ് ഡസ് നോട്ട് നോ ഹിസ് മാസ്റ്റേഴ്സ് ബിസിനസ്. ഒരു യജമാനൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് ഒരിക്കലും സെർവൻറ്റിന് അറിഞ്ഞുകൂടാ. ഇൻസ്റ്റെഡ് ഐ ഹാവ് കോൾഡ് യു ഫ്രണ്ട്സ്. എന്നാൽ ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. For everything that I learned from my father I have made known to you. എൻ്റെ പിതാവിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു. ഒന്നും ഞാൻ ഒളിച്ചു പറ്റില്ല. എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിങ്ങളുമായി പറഞ്ഞു. അഥവാ എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. കേട്ടോ, വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്? ദൈവവുമായുള്ള ചങ്ങാത്തം എന്താണെന്ന് ഞാൻ പറയാം. He will reveal, he will share his heart secrets with you. അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. ദൈവം നമ്മോട് പറയും. അത് വേറെ ലെവലാ. പറഞ്ഞേ, അത് വേറെ ലെവലാണെന്ന് പറ. ആ ലെവലിലോട്ടൊക്കെ പോകാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടോ ഈ വർഷം? അങ്ങനെ ഒരു ലെവലിലോട്ട് പോകാൻ ദൈവമായുള്ള ചങ്ങാത്തം കൂടുക. ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിൻ്റെ മടിയിൽ കയറിയിരിക്കുക. അവൻ നമ്മെ താലോലിക്കും, ഇടക്കൊന്ന് തടകും, തഴുകും, ചെവിയിൽ എന്തെങ്കിലും പറയും, ഒരു ഉമ്മ തരും, ഇല്ലേ? അങ്ങനെയൊക്കെയല്ല അപ്പന്മാർ മക്കളെ വാത്സല്യത്തോടെ കാണുകയും താലോലിക്കുകയൊക്കെ ചെയ്യുന്നേ. ഓക്കെ, അങ്ങനെ ഒരു ലൈഫിലേക്ക് കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിൽ വിളിക്കുവാണ്. Come up here. I want to talk to you. Sit. I want to discuss something with you. ഞാൻ ദൈവം കർത്താവ് നിങ്ങളോടൊന്ന് പറയുമോ, മോളെ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഐ എം ഷെയറിങ് വിത്ത് യു. വിൽ യു പാർട്ണർ വിത്ത് മീ? എന്നോടൊപ്പം ഒന്ന് സഹകരിക്കാമെങ്കിൽ ഞാനിതൊക്കെ കർത്താവ് നിങ്ങളോടൊന്ന് പറയുക. നിങ്ങളായിരിക്കുന്ന ആ വില്ലേജിൽ നിന്നൊരു 10-200 പേരെങ്കിലും കൂടെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും രക്ഷിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എങ്കിലും മനസ്സ് കാണിക്കുന്ന, ഹൃദയം തുറക്കുന്ന ഒരു 10-200 പേരെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. അവരോട് നീ ചെന്ന് എന്നെക്കുറിച്ചൊന്ന് പറയൂ. ഈ യോഹന്നാൻ പറഞ്ഞ പോലെ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അത് നിങ്ങളോട് പറയുമോ? വാ എന്ന് പറയാൻ ഒരു തീരുമാനം എടുക്കാമോ? ഈ വർഷം കൊയ്ത്തിൻ്റെ വർഷം കൈനീട്ടാമോ? കർത്താവേ, ഈ വചനങ്ങൾ കേട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ തൊടുകയും സ്പർശിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ് ഫാദർ, യെസ് ഫാദർ. ഹൃദയത്തെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പിതാവിനെ അറിയുവാൻ അനേകരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കുറേ പേര് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ കർത്താവ് ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ടീനേജിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി, കർത്താവിനെ കാണണം, കർത്താവിനെ അറിയണം. ആ രീതിയിൽ കർത്താവ് വഴികൾ തുറന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അതേ ദൈവം നിങ്ങളെ കൈപിടിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരാൻ പോവുക. കർത്താവ് ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പുകവലി ശീലം മാറിപ്പോട്ടെ. ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ, നീർക്കട്ടെ, മാറിപ്പോകട്ടെ. ശരീരത്തിലെ വിവിധ രീതിയിലുള്ള വേദനകൾ മാറട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടാം. ബി ഹീൽഡ്, ബി ഹീൽഡ്, ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there.